ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 4 ടൈപ്പ് വേദനകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്ന് ഒരു 80% വരെ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ആ വേദനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ചില ആളുകൾക്ക് ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസി പോലെ ആയിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസി. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് പലർക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു ഫ്ലോയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിങ് നിന്നതിന് ശേഷം ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കാർഡ് ടെസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ടെസ്റ്റ് ചെയ്തിട്ടും കൃത്യം റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ BHCG അതായത് ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇറഗുലർ പീരിയഡ്സ് ഉണ്ട്, ഇറഗുലർ ആയിട്ടുള്ള മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ട്, ചില ആളുകൾക്ക് മറ്റുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഓൾറെഡി ഇതുപോലെ ലക്ഷണങ്ങളൊക്കെ വരുമ്പോഴേക്കും അവർ തെറ്റിദ്ധരിക്കുന്നത് ചിലപ്പോൾ പീരിയഡ്സ് വരാനായിരിക്കുമെന്നാണ്. അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾ ഓൾറെഡി ഡോക്ടർ എഴുതി കൊടുത്ത് എന്തെങ്കിലും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാറുണ്ട്. ചിലവർ ഹെവി ആയിട്ട് വർക്കൗട്ട്സ് ചെയ്യാറുണ്ട്, ചിലവർ ഇഞ്ചി വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും ചില ആളുകളുടെ ശരീരത്തിന് അത് നല്ലതല്ല. പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കെമിക്കൽ പ്രഗ്നൻസി ആയി പോകാനായിട്ടും ഒക്കെ അത് കാരണമാകും. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശരീരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ലക്ഷണങ്ങളില്ലെങ്കിലും നല്ലതുപോലെ കെയർ ചെയ്യുക കേട്ടോ. ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് ഓൾ ബോഡി പെയിനിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ എസ്പെഷ്യലി നമ്മുടെ ജോയിൻസിന്റെ ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുക. അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻസിലൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടുക. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷൻ എത്രയാണോ അതിനേക്കാൾ ഒരു 30 to 40% വരെ ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ഇത് കൂടുന്നത് നമ്മുടെ യൂട്രസിലോട്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും കൂടിയാണ്. കാരണം ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ആ പ്രഗ്നൻസിയെ മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ പലരുടെയും എഫേർട്സ് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില ഓർഗൻസ് ഒക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ തല മുതൽ നമ്മുടെ പാദം വരെയുള്ള ഓരോ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെ നടക്കും. ഇത് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. നോർമലി പോയതിനേക്കാളും അപേക്ഷിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴേക്കും വെയിൻസ് വികസിച്ചിട്ട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോർഷൻസിൽ ജോയിൻസിന്റെ ഭാഗത്തും ഹോൾ ബോഡി ആയിട്ടും പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ കൈത്തണ്ടയുടെ ഭാഗത്ത് ഫീൽ ചെയ്യാം, നിങ്ങളുടെ ഇടുപ്പിന്റെ ഭാഗത്ത് ഫീൽ ചെയ്യാം, മുട്ടിന്റെ ഭാഗത്ത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഫേസിലാണെങ്കിലും ചെറുതായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും മോണയിലൊക്കെ പെയിൻ നിങ്ങൾക്കുണ്ടാകാം. ഹോൾ ബോഡി നിങ്ങൾക്കൊരു തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുള്ളവരും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്കുണ്ടാകുന്നത് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന വേദനയാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഒരുപാട് വേദനകൾ വയറിൽ സംഭവിക്കുമല്ലോ. ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. കുത്തുന്നത് പോലുള്ള വേദന, കൊളുത്തി വലിക്കുന്നത് പോലുള്ള വേദന, വലിഞ്ഞു മുറുകുന്നത് പോലുള്ള വേദന, പൊക്കിളിന്റെ മുകളിൽ വേദന, പൊക്കിളിന് നേരെ താഴെ വേദന, പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള വേദന, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് വേദനകൾ ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ പുതിയതായിട്ട് പല വേദനകളും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനകളാണ്. യൂട്രസ് ഓൾറെഡി എക്സ്പാൻഡ് ആവാത്ത സ്ത്രീകൾക്ക് ഈ വേദനകൾ എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂട്രസ് എക്സ്പാൻഡ് ആവാത്തത് ഫസ്റ്റ് പ്രഗ്നൻസി ആയ സ്ത്രീകൾക്കാണ്. അതായത് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്കാണ് യൂട്രസിൽ ഒരു എക്സ്പാൻഷൻ സംഭവിക്കാത്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇത് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. സെക്കൻഡ് പ്രഗ്നന്റ് ആയവരൊന്നും വിഷമിക്കേണ്ട. ചില ആളുകൾക്ക് ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി സമയത്തും ഈ ഒരു വേദന റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വയറിലുണ്ടാകുന്ന വേദനകൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നീച്ചൂസ് വേൾഡ് സ്റ്റൊമക് പെയിൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ.
അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ബ്രസ്റ്റിലുണ്ടാവുന്ന വേദനയാണ്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റും ആ പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ മുതൽ തന്നെ പ്രിപ്പയർ ആകാനായിട്ട് തുടങ്ങും. അവിടെയുള്ള ഗ്രന്ഥികളെല്ലാം അവയുടെ പ്രവർത്തനം കുറേ കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം കുഞ്ഞിന് ആ ഒരു പ്രോസസ്സ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ കുഞ്ഞിന് മുലപ്പാൽ വേണം. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റിൽ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രസ്റ്റ് തൊടുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടും. ചിലവർക്ക് ഭയങ്കര കട്ടിപ്പും ഹെവിനെസ്സും ഒക്കെ ആ ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ചിലവർക്ക് ബ്രസ്റ്റിൻ്റെ വലിപ്പം ധാരാളം വർദ്ധിക്കുന്നതായിട്ട് തോന്നും. ഇങ്ങനെ പലതരത്തിലുള്ള വേദനകളായിരിക്കും ബ്രസ്റ്റിൽ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതും ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബ്രസ്റ്റൊക്കെ വികസിച്ചിട്ടുണ്ടാകും ഓൾറെഡി. അതുപോലെ തന്നെ ആ ഒരു ഏകദേശം ഒരു വികസനവും വലിപ്പവും ഒക്കെ ബ്രസ്റ്റിനുള്ളത് കൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസി സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ സെക്കൻഡായിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഓൾറെഡി അതിന് വികാസമൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു വേദന കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ബ്രസ്റ്റിൽ ഈ ഒരു വ്യത്യാസം ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഏകദേശം അത് കഴിയുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ പലർക്കും ബ്രസ്റ്റിൽ ചേഞ്ചസ് അറിയാനായിട്ട് സാധിക്കും. ബ്രസ്റ്റിൽ ഇത് മാത്രമല്ല മറ്റനവധി ഒരുപാട് ലക്ഷണങ്ങൾ ബ്രസ്റ്റിൽ കാണാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ദിജൂസ് വേൾഡ് ബ്രസ്റ്റ് ചേഞ്ചസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഹെഡേക്ക് ആണ്. ഹെഡേക്ക് എന്ന് പറയുന്നത് നോർമലി എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ വരുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് ചൂട് കൂടിയതുകൊണ്ട് പലർക്കും തലവേദന തുടർച്ചയായിട്ട് അനുഭവപ്പെടാറുണ്ട്. തലവേദന ഒരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. തലവേദന പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് തന്നെയാണ്. നമ്മുടെ തലയിലോട്ടും എല്ലായിടത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. പെട്ടെന്ന് നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു പുഷിങ് എഫക്റ്റ് ചിലപ്പോൾ ഒരു തലയുടെ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ചില ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ സംഭവിക്കുമ്പോഴും ഈ ഒരു വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും HCGയും അങ്ങനെ ഒരുപാട് ഹോർമോൺസ് ഒറ്റയടിക്ക് ഷൂട്ടപ്പ് ആവുകയും ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം കുറയുകയും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷനായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് തലവേദന അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആളുകൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. വെയിൽ കൊള്ളുമ്പോൾ തലവേദന എടുക്കുക, അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും കഴിക്കുമ്പോൾ തലവേദന എടുക്കുക. ചില ആളുകൾക്ക് കിടന്നൊന്ന് ഉറക്കം കൃത്യമായിട്ട് കിട്ടാതിരുന്ന തലവേദന എടുക്കുക. ചില ആളുകൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുക. ഇതെല്ലാം നമ്മൾ സെൻസിറ്റീവ് ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതേ സെൻസിറ്റിവിറ്റി തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വേദനകൾ എന്ന് പറയുന്നത്. ബാക്കിയും ഒരുപാട് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ദിജൂസ് വേൾഡ് എന്ന ചാനൽ നിങ്ങൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചാനലിലെ മേലത്തെ ഒരു ബട്ടൺസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. പ്ലേലിസ്റ്റ് പ്രസ് ചെയ്തിട്ട് കീഴ്പോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ട്രൈ ടു കൺസീവ്, അതുപോലെ ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ്, അതുപോലെ ഏർലി പ്രഗ്നൻസി സിംറ്റംസ്, ഇങ്ങനെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെടുത്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോഴേക്കും അതൊന്ന് വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പെയിൻ കില്ലേഴ്സ് ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൽ ഉണ്ടാകുന്ന ഒരു വേദനയും ഒന്ന് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പെയിൻ കില്ലേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ആ ഒരു ഹോർമോൺസിൻ്റെ പ്രവർത്തനമൊക്കെ മന്ദീഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൂടി അവിടെ മന്ദീഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതാണെങ്കിലും ഡോക്ടേഴ്സ് തന്നതുമായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും എസ്പെഷ്യലി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ, മൈഗ്രെയിനൊക്കെ കൂടുതലായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, തുടർച്ചയായിട്ട് തലവേദന ഉണ്ടെങ്കിൽ ഡോക്ടറോടൊന്ന് പറയുക. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡോസേജിലുള്ള പെയിൻ കില്ലേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക. തലവേദനയൊക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഐസ് ക്യൂബ് എടുത്തിട്ട് തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതോ കുറച്ച് നേരം ഒന്ന് ക്ലീനായിട്ട് കിടന്നുറങ്ങുന്നതോ നിങ്ങളെ ആ ഒരു വേദനയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ഓൾറെഡി നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും ബാക്കി കമൻസിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും കമൻറ്റ് ഇവിടെ ബ്രീഫായിട്ടൊന്ന് എഴുതിയതിന് ശേഷം പറയാവുന്നതാണ് കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 1-ാം തീയതി ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം 5-ാം തീയതിയോ 6-ാം തീയതിയോ ആണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ആ 6-ാം തീയതിയെ ലാസ്റ്റ് ഡേ ആക്കി എടുത്തിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കണം, സ്പോട്ടിങ് വന്ന ദിവസമല്ല ബ്ലീഡിങ് വന്ന ദിവസത്തിനെയാണ് ഡേ 1 ആയിട്ട് എടുക്കുന്നത്. ചില ആളുകൾക്ക് ബ്ലീഡിങ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയ ഡിസ്ചാർജോ ചെറിയ സ്പോട്ടിങ്ങോ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പറായിട്ട് എപ്പോഴാണോ ബ്ലീഡിങ് വന്നത്, അതായത് ചോര പോയി തുടങ്ങിയത്, ആ ദിവസത്തെ ഡേ 1 ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.